ഇന്നൊരു വീഡിയോ കാണുകയുണ്ടായി. അത് കണ്ടപ്പോൾ അതിലുള്ള ആളുകളൊക്കെ മനുഷ്യരാണോ എന്ന് പോലും സംശയം വന്നു. അവരൊന്നും മനുഷ്യരല്ല. കോഴിക്കോട് നടന്ന ഒരു സംഭവമാണ്. കോഴിക്കോട് ഒരു LDF പ്രവർത്തകനിക്ക് കെട്ടിവെക്കാനുള്ള പണം കൊടുത്ത കുടുംബത്തിന് നേരെ ലീഗിന്റെ ആക്രമണം. നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ കുട്ടികളുടെയും സ്ത്രീകളുടെയും നിലവിളി കേട്ടിട്ടും ഒരു അല്പം പോലും മനസാക്ഷിയില്ലാത്ത, ആ കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഒരു മനസ്സലിവും തോന്നാത്ത ഇവനെ ഒന്നും മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റില്ല. ഇവനൊന്നും മനുഷ്യനെയല്ല. പാർട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ തമ്മിൽ പാർട്ടിയുടെ ആശയങ്ങളൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ആളുകൾ തമ്മിൽ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ബഹുമാനിക്കുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അല്ലാതെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ആ കാര്യങ്ങളൊക്കെ ബഹുമാനിച്ച്, കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഏതൊരു പാർട്ടിയിലും വിശ്വസിക്കാനുള്ള അവകാശം നമുക്ക് തരുന്നുണ്ട്. അത് നമ്മുടെ ഫ്രീഡമാണ്, നമ്മുടെ റൈറ്റ് ആണ്. അതൊക്കെ നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടമായി ആ ഒരു വ്യക്തിക്ക് ഫണ്ട് കൊടുക്കുന്നു, കെട്ടിവെക്കാനുള്ള ക്യാഷ് കൊടുക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്, അത് അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ്, അദ്ദേഹത്തിന്റെ ഫ്രീഡമാണ്. അത് അദ്ദേഹത്തിന് ചെയ്യാം. അതിൽ ആരെങ്കിലും പോയി ഇതുപോലെ ഇടപെട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ജനറൽ ആയിട്ട് പറയുന്നതാണ്. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു പാർട്ടിയല്ല, ലീഗ് മാത്രമല്ല, ഞാൻ എല്ലാ പാർട്ടിയും പറയുന്നത്, പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊല്ലാനും ചാവാനും നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് ചോദിക്കാനുള്ളത്, ഇത് പോയാൽ ആർക്ക് പോകും? പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടും, അല്ലെങ്കിൽ തന്നെ പാർട്ടിക്ക് ഒരാളെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കിട്ടും, തല്ലുകൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട്, ജീവൻ കൊടുത്തു പാർട്ടിക്ക് വേണ്ടി എന്നൊക്കെ പറയും. ആർക്ക് പോകും? പോകുന്നത് നിങ്ങളുടെ കുടുംബക്കാർക്കാണ്, നിങ്ങളുടെ അച്ഛനാണ്, അമ്മക്കാണ്, സഹോദരങ്ങൾക്കാണ്, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യക്കാണ്, ഭർത്താക്കന്മാർക്ക്, അങ്ങനെ ഓരോ ആൾക്കാർ, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ ആളുകൾക്കാണ് നഷ്ടം വരുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളിവിടെ ചാവാനും കൊല്ലാനും നടക്കുമ്പോൾ നിങ്ങളെയൊക്കെ ഭരിക്കുന്ന ലീഡേഴ്സ്, അവരുടെ മക്കൾ ഇതുപോലെ നടക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. 90% അവരുടെ മക്കളൊക്കെ വിദേശത്ത് നല്ല നല്ല പഠനവും ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. ഈ ഒരു വിഷയത്തിൽ 9 പേർക്കെതിരെ ജാമ്യമില്ല കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതേപോലത്തുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നടക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, നമ്മളുടെ കോടതി വിധി വരാനുള്ള സമയം വളരെ ദീർഘമാണ്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഓരോ കേസിന്റെയും വിധികൾ വരുന്നത്. അതുമാത്രമല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ശിക്ഷ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ, അതായത് ക്രൈംസ്, എല്ലാ ക്രൈംസും, എല്ലാ തരത്തിലുള്ള ക്രൈംസും അധികരിച്ചു വരാനുള്ള കാരണം അത് തന്നെയാണ്. പ്രോപ്പർ ആയിട്ടുള്ള ശിക്ഷ എപ്പോൾ നൽകുന്നോ അന്നേ ക്രൈം റേറ്റും കുറയുകയുള്ളൂ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me, and stay tuned for another video. Okay, thank you.